ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അനൂസ് വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു വിഭവമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 ഉള്ളി, 3 തക്കാളി, 3 പച്ചമുളക്, ചപ്പ്, വേപ്പിൻ്റെ ഇല. ഇതൊക്കെ നമുക്ക് അരിഞ്ഞു വെക്കാം. നമ്മൾ പ്രോൺസ് ഇവിടെ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുക്കറിൽ 2 വിസിൽ അടിക്കാൻ വേണ്ടി വെക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് അരിഞ്ഞു വെച്ചതാണിത്. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആവശ്യമുണ്ട്. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് സവാളയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് അഴിച്ച് വെക്കാം. ആ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇതാണ് നമ്മൾ പ്രോൺസ്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് കിട്ടേണ്ടത്. നമുക്കൊന്ന് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കാം. നമ്മൾ ഉള്ളിയൊക്കെ ആ എണ്ണയിൽ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അളക്കിയതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, തക്കാളി, ഇതാണ് നമ്മൾ ആദ്യം ഇടുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളെ ബാക്കിയുള്ള പൊടികളൊക്കെ നമുക്ക് ചേർക്കാൻ. ഇതുപോലെ വന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. അതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളക് പൊടിയും, ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം പൊടിച്ച ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നമ്മളെ പ്രോൺസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയിൽ നമ്മൾ പ്രോൺസൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അതൊക്കെ എന്നിട്ട് കുറച്ച് ചപ്പ് നമുക്കതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇതാണ് ചെമ്മീൻ റോസ്റ്റ്. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.